നമസ്കാരം. കഴിഞ്ഞ 10 വർഷങ്ങളായി കേരളം കമ്മ്യൂണിസ്റ്റുകാരുടെ, പ്രത്യേകിച്ച് CPM-കാരുടെ സ്വകാര്യ സ്വത്താണ് എന്നാണ് അവരുടെ വിചാരം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് കഴിഞ്ഞ 10 വർഷങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത്. കോടതിക്ക് പോലും ഒരു വിലയുമില്ല. അതാണ് അവസ്ഥ. പറ്റാവുന്ന ഇടങ്ങളിലെല്ലാം പാർട്ടി അനുഭാവികളെയും നേതാക്കളെയും ബന്ധുക്കളെയും ഒക്കെ തിരുകി കയറ്റി. പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ച ഉദ്യോഗാർത്ഥികൾ തങ്ങൾക്ക് അർഹതപ്പെട്ട ജോലിക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാസങ്ങളോളം സമരം ചെയ്തിട്ടും കണ്ടില്ലെന്നൊന്നടിച്ച സർക്കാരാണ് പിണറായി സർക്കാർ. തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോകുകയാണ്. പിണറായി സർക്കാർ അന്ത്യശ്വാസം വലിക്കാൻ പോകുകയാണ്. ഇതിനിടയിൽ താൽക്കാലികമായി നിയമിച്ചവരെയെല്ലാം സ്ഥിരപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ. സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ, കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ, പഞ്ചായത്തുകളിലും നഗരസഭകളിലുമായി 800ഓളം ടെക്നിക്കൽ അസിസ്റ്റന്റുമാർ, ഇവരെയൊക്കെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗങ്ങളിൽ ഇവരെയൊക്കെ സ്ഥിരപ്പെടുത്താനുള്ള ഫയലുകൾ എത്തിയിരുന്നു. പക്ഷേ അങ്ങനെ മൊത്തമായി സ്ഥിരപ്പെടുത്തുന്നത് കുഴപ്പമാകുമെന്ന് ഭയന്ന് അത് തൽക്കാലം മാറ്റിവെക്കുകയായിരുന്നു. സംവരണമടക്കം അട്ടിമറിച്ചുകൊണ്ട് മത്സ്യഫെഡിലെ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ മന്ത്രിസഭ തീരുമാനിച്ചെങ്കിലും ചീഫ് സെക്രട്ടറി ഈ ഫയലിൽ ഒപ്പിടാൻ തയ്യാറായില്ലത്രേ. ചീഫ് സെക്രട്ടറി വിശദീകരണം നൽകാത്തത് കൊണ്ട് തന്നെ സർക്കാർ സ്ഥാപനങ്ങളിലും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലുമുള്ള താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള സർക്കാരിൻ്റെ നീക്കം ഹൈക്കോടതി തടഞ്ഞിരുന്നു. തൽക്കാലം ജീവനക്കാരെ സ്ഥിരപ്പെടുത്തരുത് എന്നുള്ള സുപ്രീം കോടതി ഉത്തരവ് നിലവിലുണ്ട്. ഈ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ പാടില്ല എന്ന് കഴിഞ്ഞ നവംബറിൽ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഈ അനധികൃത സ്ഥിരപ്പെടുത്തലിനെതിരെ PSC റാങ്ക് പട്ടികയിലുള്ളവർ കോടതിയിലെത്തിയിട്ടുണ്ട്. മത്സ്യഫെഡിൽ PSC പട്ടികയിൽ നിന്ന് നിയമനത്തിനായി ആളെത്തുമ്പോൾ താൽക്കാലികമായി നിയമിച്ചവരെ ഒഴിവാക്കിയിട്ടാണ് അവരെ ആ സ്ഥാനത്ത് നിയമിച്ചിരുന്നത്. താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്നു എന്നു തന്നെ ഇരിക്കട്ടെ, അപ്പോൾ PSC റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർ അവർക്ക് അർഹതപ്പെട്ട നിയമനത്തിനായി വരുമ്പോൾ എങ്ങനെ നിയമിക്കും? നിലവിൽ 85 പ്രോജക്റ്റ് ഓഫീസർ തസ്തികകളാണ് ഉള്ളത്. ഈ 85 തസ്തികകളിലേക്കും PSCയിൽ നിന്ന് ആളുകളെ നിയമിച്ചു കഴിഞ്ഞു. വിദേശത്ത് പോയവരുടെയും പ്രസവാവധിക്ക് പോയവരുടെയും ഒഴിവിലാണ് താൽക്കാലിക പ്രോജക്റ്റ് ഓഫീസർമാർ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഇതിൽ 10 പേരെ സ്ഥിരപ്പെടുത്താനായി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ സ്ഥിരപ്പെടുത്തിയാൽ വിദേശത്തും പ്രസവാവധിക്കും പോയവർ തിരിച്ചെത്തുമ്പോൾ അവരെ എവിടെ നിയമിക്കും? ഈ അനധികൃത നിയമനങ്ങൾ കൊണ്ട് നിരവധി പ്രശ്നങ്ങളുണ്ട്. യോഗ്യതയില്ലാത്തവർക്കും സർക്കാർ ജോലി കിട്ടും. സംവരണം അട്ടിമറിക്കപ്പെടും. ഇവർക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കുന്ന വകയിൽ സർക്കാരിന് കോടികളുടെ ബാധ്യതയുണ്ടാകും. PSC വഴിയുള്ള നിയമനം നടക്കില്ല. സമാന്തര റിക്രൂട്ടിംഗ് സംവിധാനമായി കരാർ നിയമനങ്ങൾ മാറും. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ ഒരു വശത്ത് അനധികൃത നിയമനങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് PSCയിലെ 1ാം റാങ്കുകാർക്ക് പോലും നിയമനങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരിൽ പലരും ഇപ്പോഴും മാനം നോക്കിയിരിക്കുകയാണ്. 5 അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് ലിസ്റ്റുകളിലും LP സ്കൂൾ അധ്യാപകരുടെ പല റാങ്ക് ലിസ്റ്റുകളിലും ഇതുവരെ ഒരാളെ പോലും സർക്കാർ നിയമിച്ചിട്ടില്ല. ഇതിൽ 2 റാങ്ക് പട്ടികയുടെ കാലാവധി കഴിഞ്ഞു. അവർ കോടതിയിൽ പോയിരിക്കുകയാണ്. കോടതി മാത്രമാണ് അവർക്ക് ഇനി പ്രതീക്ഷ. 7 ജില്ലകളിൽ LP സ്കൂൾ അധ്യാപക ലിസ്റ്റുകളിൽ നിന്ന് ഒരാളെ പോലും നിയമിച്ചിട്ടില്ല. പട്ടിക വന്നു കഴിഞ്ഞിട്ട് പോലും HST ഇംഗ്ലീഷ് പട്ടികയിൽ നിന്ന് ഒരാളെയും നിയമിച്ചിട്ടില്ല. ജോലി കിട്ടാത്തവരുടെ പ്രതിഷേധം തണുപ്പിക്കാനായി പല റാങ്ക് പട്ടികകളുടെയും 30% വരെ വെട്ടിക്കുറച്ചു. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു സാധാരണ വാർത്തയാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ച ഒരുപാട് സാധാരണക്കാരുടെ അധ്വാനവും സ്വപ്നങ്ങളുമുണ്ട്. പിൻവാതിലിലൂടെ സർക്കാർ വകുപ്പുകളിൽ കയറിപ്പറ്റുന്നവർക്ക് കൂറ് പാർട്ടിയോടായിരിക്കും. അവർ പാർട്ടി പ്രവർത്തനമായിരിക്കും നടത്തുന്നത് സർക്കാർ ജോലിയേക്കാൾ. പുരുഷ വനിതാ CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർ അവർക്ക് അർഹതപ്പെട്ട നിയമനങ്ങൾക്ക് വേണ്ടി മാസങ്ങളോളം പല സമരമുറകൾ നടത്തി സെക്രട്ടേറിയറ്റിന് മുന്നിലെ നടപ്പാതയിൽ കിടന്ന് അത് നമ്മൾ കണ്ടതാണ്. യാതൊരു ദാക്ഷിണ്യവും കാണിച്ചിട്ടില്ല ഈ സർക്കാർ. ആ സ്ഥാനത്താണ് പാർട്ടി അനുഭാവി എന്ന ഒരൊറ്റ യോഗ്യത കൊണ്ട് കുറേ എണ്ണത്തിനെ തിരുകി കയറ്റുന്നത്. കോടതി വിധിയെപ്പോലും മാനിക്കില്ല. ഇങ്ങനെ പിൻവാതിലിലൂടെ കയറിപ്പറ്റുകയും പാർട്ടിയുടെ എന്തെങ്കിലും ആനുകൂല്യം പറ്റുന്നവരുമായ ആശ്രിതർ മാത്രമാണ് ഇന്ന് ഈ പാർട്ടിയിലുള്ളത്, അല്ലാതെ അണികളല്ല. തങ്ങൾക്ക് കിട്ടിയ ആനുകൂല്യങ്ങൾ നിലനിർത്താൻ ഇവർ എന്തും ചെയ്യും. എന്തും ചെയ്തേ മതിയാകൂ. അതവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളാണ്. സർക്കാർ ജോലി അർഹതപ്പെട്ടവരുടെ അവകാശമാണ്, അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഔദാര്യമല്ല.